ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൃഷിയും വിളവെടുപ്പോ ഒന്നുമല്ല. ഇന്ന് ഞങ്ങൾക്ക് ഒരു സംഗമുണ്ട്, പ്രീ ഡിഗ്രി സംഗമം. മുക്കം വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാ. 42 വർഷത്തിന് ശേഷം കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് കാണാൻ പോവാ. അപ്പൊ ഞാൻ എവിടെ പോകുന്നതും സംഗമവും പരിപാടി എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ രാവിലെ സമയം ഇപ്പോ 7:45 അന്ന് ഞാൻ കാറിലുള്ളത്. രാവിലെ ഇറങ്ങണം, ഇവിടുന്ന് പുറപ്പെടണം അവിടെ എത്തണമെങ്കിൽ. എന്നാ ശരി, അവിടെ എത്തിയിട്ട് കാണാം. കൽപ്പറ്റ എത്തി കൂട്ടുകാരെ. ഇനിയും സീറ്റൊന്നുമില്ല, ഇരിക്കുന്നത് നോക്കി എവിടെയാണെന്നുള്ളത്. വെട്ടിപ്പുറത്തായിട്ട് ഫുള്ളായിപ്പോയി. ഇനി 2 മണിക്കൂർ ഇങ്ങനെ പെട്ടിപ്പുറത്ത് ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യണം. ഇതാ ഇപ്പോഴാണ് സീറ്റ് കിട്ടിയത് കേട്ടോ. ഇതാ എന്റെ കൂട്ടുകാരി 6 മാസം ഇന്ത്യയിലും 6 മാസം UK-ലും. ഇപ്പൊ UK-ന്ന് വന്നിട്ട് ഞങ്ങള് സംഗമം ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും ഒന്നിച്ചിരിക്കാനായി. ഇനി 1.5 മണിക്കൂർ കൂടി ഉണ്ട് ഈ ബസ് ഇറങ്ങണമെങ്കിൽ. എന്റെ ഫാമിലിക്ക് ഒരു ഹായ് കൊടുക്കും. ഹായ് എന്നാ ശരി. ഗേറ്റ് എത്തി, വയനാട്. എന്താ ഞങ്ങള് താമരശ്ശേരി ഇറങ്ങി. 2 കൂടെ പഴംപൊരിയും ചായ എല്ലാം കുടിച്ചു. താമരശ്ശേരി സ്റ്റാൻഡിലെത്തി. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിന്, ചായ എല്ലാം കുടിച്ചവര്. ഞങ്ങള് മുക്കം ബസ്സിന് കയറട്ടെ. ചായ എല്ലാം കുടിച്ച് ഫ്രഷായി. പഴംപൊരിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് കഴിഞ്ഞാലേ ഇപ്പൊ വീഡിയോ ഒക്കെ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ മുക്കം ബസ്സിന് കയറി. മുക്കം ബസ്സിന് കയറി വേഗം ഓടിപ്പോയി. 2 കൂടെ ഒരു സീറ്റ് കിട്ടണേ ഞങ്ങൾക്ക്. അങ്ങനൊക്കെ കിട്ടി. ഞങ്ങള് ഫസ്റ്റ് ഒരാളെ ഇപ്പൊ ഞങ്ങള് പീടിയിരിക്കല് കൂട്ടുകാരിനെ കണ്ടുള്ളൂ. ഇനി അവിടെ എത്തണം ബാക്കിയുള്ളവരെ കാണാൻ. UK മോളിനെ കണ്ടുള്ളൂ. UK-ന്ന് വന്നത് കൊണ്ട് അപ്പൊ സംഗമം നടത്തുന്നത് ഈ നോമ്പിന്റെ തിരക്കിൽ എനിക്കും വേണ്ടിയിട്ടാണ് പോകുന്നത്. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട്. ഇനിയും പോവുക അങ്ങോട്ടേക്കൊന്ന്. എത്തി. എന്താ പറയാ, 2, 3 ഇത്രയും ആളായിട്ടേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഇയാളെ കടയിൽ ഗോൾഡ് ജ്വല്ലറിയിൽ നിൽക്കുക. ആരാ ഹായ്ന്ന് പറ, ഒരു ഹായ് പറയാൻ. എല്ലാരും എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ കുറച്ചു പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ കുറെ പ്രായമുള്ളവരായതുകൊണ്ട് ഗ്രാൻഡ്പിയും ഗ്രാൻഡ്മയും ഒക്കെയാ. അപ്പൊ ചെറുമക്കൾ ഉണ്ടാവും നോക്കാൻ. അതുകൊണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല. എക്സിക്യൂട്ടീവ് കുറച്ച് ആൾക്കാരെ ഇന്ന് വന്നുള്ളൂ. ഇനിയുണ്ട്, വരാനുണ്ട്, സമയാകുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചു പേരുള്ളവരാണ് അങ്ങ് എടുത്തതാ. ഇവരൊക്കെ ഭയങ്കര VIPs, അങ്ങനെ ഒന്നും സംസാരിക്കൂല. ഞങ്ങളൊരു ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നതാ. മോളിനെ എല്ലാരും കണ്ട്. മോളിനെ വയനാട്ടിൽ വെച്ച് കാണാൻ തുടങ്ങി. താമരശ്ശേരിന്ന് എന്നാലല്ലേ ഞങ്ങൾ കിട്ടുന്നൊരു ദിവസമല്ലേ ഇവരെ കിട്ടുള്ളൂ. ഞങ്ങൾ 42 വർഷമായവരാ. ഒരു 2 കഴിഞ്ഞു സംഗമം അല്ലേ, 2 കഴിഞ്ഞു. എല്ലാവർക്കും തിരക്ക്, ഏത് സമയത്തും തിരക്ക്. ഇവിടെ ഭയങ്കര തിരക്കുള്ള ആളായത്. എന്നിട്ടും വന്നു എന്നുള്ളതാണ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഇവിടെ KMCTന്റെ മാനേജറാണ്. നിങ്ങൾക്ക് KMCTന്റെ മാനേജർ എന്നല്ല, അതിന്റെ നടത്തിപ്പിന്റെ പിന്നിലുള്ള നാട്ടുകാരാണ് ഇല്ലേ. ആ പോസ്റ്റിന്റെ പേരെന്തായിരുന്നു? അങ്ങനെ ഇവിടെ ജ്വല്ലറി ഉടമല്ല, അല്ലത് പറയാലോ. ഉടമയല്ല, പക്ഷെ നല്ല ജോലി റിട്ടയർ ആയതിനു ശേഷം പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഉടമയൊന്നും ആവണമെന്നില്ല. നന്നായിട്ട് പെൻഷനും കാര്യമുള്ളവരാണ്.
ഇവിടെ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആയതാണ്, വേണ്ടാന്ന് വെച്ചിട്ടാ. ഞങ്ങളൊക്കെ ഒന്നിച്ച പഠിച്ചവരാണ്. ഞങ്ങൾക്ക് ചായ എല്ലാം എത്തി. ഇപ്പൊ ചെറുത് മതി, എല്ലാരും എത്തിയിട്ട് മതിയല്ലോ. ഒക്കെ പ്രായമായ ലക്ഷണം കാണിക്കാൻ തുടങ്ങി വിത്തൗട്ടാ കൊറേ പേർക്ക്. ഇവിടെ വിത്തൗട്ട് കട്ട്ലറ്റ് ഞാൻ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. HM ആയിരുന്നു, റിട്ടയർഡ് ആയതാണ്. ഞങ്ങളിൽ എല്ലാവരും അങ്ങനെ തന്നെ, ഓരോരുത്തരും ഉയർന്ന പൊസിഷനിൽ എത്തിയവരാ. ഞങ്ങളെ കൂട്ടുകാരി UK പോയി വന്ന മിഠായി വിതരണ. UK മിഠായി കണ്ടോളൂ. ഇത് നമ്മളെ മിഠായിയായിട്ട് വ്യത്യാസം എന്താ? അതിന് പേരെന്തെങ്കിലും 20 ആളാ ഞങ്ങൾ പ്രീ ഡിഗ്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നവർ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പിയായി ജീവിക്കുന്നുണ്ട്. തിരക്ക് കാരണം ഇവിടേക്ക് എത്തിയില്ല എന്ന് മാത്രം. ഇപ്പൊ ഞങ്ങൾ കുറച്ചു പേര് വന്നവർക്ക് കൂടുതൽ മിഠായി കിട്ടി. ഇതാ എനിക്ക് തരുന്ന മിഠായി, എന്റെ മിഠായി ആയത്. UK മിഠായി. മോളിന്റെ പെൺകുട്ടികൾ നേഴ്സുമാരായതുകൊണ്ടേ UK നേഴ്സിംഗ് ജോലിയാണ്. എന്താ ഞങ്ങൾ ശിവരാത്രി മഹോത്സവം കാണാൻ പോവുക. ഞങ്ങള് 42 കൊല്ലം മുമ്പ് ഞങ്ങൾ 2 വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോ ഇവിടെ പോവലുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് അതിന്റെ ഓർമ്മ പുതുക്കല. വെയില ഞാൻ നോക്കണ്ട, വെയില് തീരെ കൊള്ളാനാവുന്നില്ലേ ചുബ. ഈ പ്രായത്തിൽ ഭയങ്കര പ്രയാസം, നല്ല വെയില. മുക്കം അവിടെ ഉത്സവ സ്ഥലം എത്താനായിതാ. എന്തെല്ലാം ഉണ്ടാക്കി വെച്ച് വിൽപ്പനക്ക് കലം വേറെ, നല്ല അടിപൊളി. എന്തെല്ലാം ഭംഗിയുള്ള പാത്രങ്ങൾ നോക്ക്. ഇതിനൊക്കെ എന്താ വിലയിക്കൂലേ? ഇവരാണ് ഇതിന്റെ വിൽപ്പനക്കാര്. ചീനച്ചട്ടി പോലെയുള്ള കാതുള്ളത്. അതിപ്പോ നമുക്ക് കറി വെക്കാനല്ലേ. അതിനെത്ര വില വരൂ? 140. താനായി ഉത്സവ സ്ഥലത്തേക്ക്. ഇതപ്പോഴെയാ കാണുന്നത് കേട്ടോ, മുക്കം. അതിന് അങ്ങോട്ടേക്കൊരു പാലം കിട്ടിയതാ. പ്രേംദാസ്, അത് സ്ഥിരം പാലാണത് അല്ലെങ്കിൽ ഉത്സവത്തിലേക്ക് താൽക്കാലിക? ആ ശരിയാ, വെള്ളം വരുമ്പോ അല്ലേ. ഇത് ഞങ്ങളെ കൂടെ പഠിച്ചവരാ, നേരത്തെ വന്നില്ല, ഇപ്പഴാ വന്നത്. പേര് പറഞ്ഞു കൊടുത്തു. പ്രേംദാസ് ആണ്. ഹായ്ന്ന് പറ. രാത്രി ഇത് നല്ല ഭംഗിയുണ്ടാവും. പകല് ഈ നട്ടുച്ച നേരം നോക്കിയിട്ട് കാര്യമല്ല, നല്ല വെയിലുവാ. കൊട എടുക്കാൻ ഞാൻ മോശമായിപ്പോയി. എന്താ ഈ ഉത്സവത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാലായത്. നമുക്ക് വെള്ളം നല്ല അടിപൊളി. ഇതൊക്കെ രാത്രിയാ കാണാൻ ഭംഗി. 2 കൊല്ലം ഞങ്ങൾ 42 വർഷം മുമ്പേ 2 വർഷങ്ങൾ ഇവിടെ വന്നതാ. ഇപ്പോൾ കൊല്ലം എത്ര ഇപ്പൊ 2025 വീണ്ടും. ഇതൊക്കെ ഞങ്ങളെ കൂടെ ഒന്നിച്ച് പഠിച്ചവരാ പ്രീ ഡിഗ്രി. സ്ഥലത്തിന്റെ പേരൊന്ന് കാണിച്ചു. ഇതാണ് പേര്. എന്താ ഞങ്ങൾ 4 ആളും ഈ അമ്പല പരിസരത്ത് ഈ ഇവിടെ ഇങ്ങനെ എന്ത് രസം അവിടൊക്കെ കാണാൻ. ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക. ഇതാ വെള്ളം പോകുന്നത്, വെള്ളം കണ്ടില്ലേ? കണ്ട വിൽപ്പനക്ക്. നല്ല ഭംഗിയില്ലേ അതൊക്കെ കാണാൻ. പുഷ്പ എന്തോന്ന് വാങ്ങിക്കോ. ആളില്ലേ ചോദിക്കാന്? ഉറങ്ങുക വിൽപ്പനക്കാരൻ, ഉറങ്ങുക. എന്താ കാണാത്ത? ഒന്ന് എന്റെ കൂട്ടുകാരി എടുത്തു. എവിടെ എടുത്തത്? പൊതിഞ്ഞു പോയില്ലേ? ഇതല്ല എടുത്തത്? ഏതാ എടുത്തത്?
ഇതാണ് ഇതിന്റെ രൂപത്തിൽ ഒന്ന് അല്ലേ, ഒന്നെടുക്കും. ഞങ്ങള് വന്ന ഉത്സവ സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങള് ഉച്ചഭക്ഷണത്തിന് ഹോട്ടലിൽ കാത്തു നിൽക്കുക. എല്ലാരും വെജിന്റെ ആൾക്കാരാട്ടോ. ഇവിടെ ഒരാളുണ്ട്, ഇന്ന് ഞങ്ങക്ക് ഭക്ഷണം UK വാലന്റെ വകയാട്ടോ. ഫുഡ് ഐറ്റംസ് ചോറെത്തിയില്ല. ചോറെത്തട്ടെ, ചോറെത്തി. ഇനിയുണ്ട് ആള്, ചോറിന് ആള് ഇനിയുണ്ട്. വരും വരും വരും, എടുക്കാൻ പോയതായിരിക്കും. ഞങ്ങൾക്കൊക്കെ വേണ്ടതിന് തീർന്നു. കോളിഫ്ലവർ ഗോബി മഞ്ചൂരി ഉണ്ടാക്കി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. വെജ് ആൾക്കാർക്കുള്ളതാ. ഞങ്ങളെ ഏജ് പ്രമാണിച്ച് ഞങ്ങളിപ്പോ ഒരു വെജിലേക്ക് മാറി. അവിടെയാ തുടക്കം വെജിന്റെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിയാൻ പോവുക. ചില ആൾക്കാർക്ക് ചെറുപോലെ കൂട്ടാണ്ട് ഒരു തിരക്കാണ്. ഞങ്ങൾ പോവാൻ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ പോവാൻ നോക്കുമ്പോൾ മോൻ വന്നു. എന്റെ മോനാണ്. അപ്പൊ എന്റെ യൂട്യൂബ് കുടുംബക്കാർക്ക് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ പോവാൻ നോക്കുകയാണ്, ഒരു വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു, വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ എന്റെ വീടായ കൊടിയത്തൂരേക്ക് പോവുകയാണ്. മോൻ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഒരാളെ ഞങ്ങളവിടെ ഇറക്കി കൊടുക്കും, ഒരു കൂട്ടുകാരിന്റെ ചെറുമകന് അംഗനവാടിയില്ല. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടിട്ട് പോവുക. കൂട്ടുകാരി ഇവിടുന്ന് വീട്ടിന്റെ അവിടെ ഇറക്കി കൊടുത്തു അംഗനവാടി മോനെ കൂട്ടാന്. എന്നാ ശരി. അപ്പോ എന്റെ പീടിയിരിക്കാരൊക്കെ കണ്ടല്ലോ. 20 ആൾക്കാരുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ തിരക്ക് കാരണം കുറച്ച് പേരെ വന്നുള്ളൂ. വന്നവർ ഞങ്ങളങ്ങ് ഉത്സവമാക്കി മാറ്റി. അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.